വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ മറുപടിയില്ലാതെ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങൾക്കും നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ അഭിപ്രായം ചോദിക്കാതെ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കരുത് എന്നാണ് തന്റെ അഭിപ്രായമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി. കാര്യങ്ങൾ ഗുണാണോ ദോഷാണോ, അതല്ല അത് രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, അതല്ല ഇത് ഈ കരാറിൽ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്, അതുണ്ടോ ഇല്ലേ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് ഫ്ലോറിൽ ക്ലിയറായിട്ട് ഈ വിഷയം വന്നപ്പോൾ തന്നെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പഴയ മുഖ്യമന്ത്രിക്കും അവിടെ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാമല്ലോ. കാരണം ഇപ്പോൾ 10 വർഷം അധികാരത്തിൽ അവരായിരുന്നില്ലേ. ഈ നമ്മളെ പോർട്ട്, അദാനി പോർട്ട്, തിരുവനന്തപുരം നമ്മൾ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ്. പക്ഷേ പിന്നുള്ള കാലം ഇത് വേറൊരു ഗവൺമെൻറ് ആയിരുന്നല്ലോ ഇവിടെ. അപ്പോൾ എന്തൊക്കെയാണ് കരാറിലുണ്ടാവുക ഇല്ല എന്നുള്ളതൊക്കെ അവർക്കല്ലേ കൂടുതൽ അറിയാം. ഞങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ. തിയോഫിൻ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. തിയോഫിൻ, നോക്കൂ, പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രതികരണം നോക്കുമ്പോൾ ഒരു വ്യക്തമായ മറുപടി നൽകാതെ ഈ അവിടെയും ഇവിടെയും തൊടാതെ പറയുന്നത് പോലെയല്ലേ നമുക്ക് മനസ്സിലാകുന്നത്? തീർച്ചയായും. അതായത് സംസ്ഥാനത്തിന്റെ വ്യവസായ മന്ത്രിയാണ് ഇത്തരത്തിൽ മറുപടി പറയുന്നത്. കൃത്യമായി തന്നെ കാര്യങ്ങൾ, അതായത് ഒരു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റം, MSC കമ്പനിക്ക് അദാനി ഗ്രൂപ്പ് ഓഹരി കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞ വ്യവസായ മന്ത്രി ഒഴിഞ്ഞു മാറിയത്. മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങൾക്കും നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നൊരു ഒഴുക്കൻ മട്ടിൽ പറയുകയായിരുന്നു. പിന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ കണ്ടെത്തിയ കാരണങ്ങൾ ഇതാണ്: ഞങ്ങളാണ് പദ്ധതി കൊണ്ടുവന്നത്, എന്നാൽ അതിനുശേഷമുള്ള 10 വർഷം മറ്റൊരു സർക്കാരായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ, ഫയലുകൾ പരിശോധിക്കട്ടെ, കരാറിൽ എന്താണുള്ളതെന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഭരണത്തിൽ വന്നിട്ട് 1 മാസത്തോളം മാത്രമാണ് സമയം കിട്ടിയത്. എന്തായാലും ഫയൽ പഠിക്കാൻ സമയം വേണം എന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയായിരുന്നു സംസ്ഥാനത്തിന്റെ വ്യവസായ മന്ത്രി. സിന്ധൂരി.